അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തിയ സംഭവം വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആനയെ നിരീക്ഷിച്ചു വരുന്നതായി വനപാലകർ. ആനയെ പരിചരിക്കാൻ ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തും. ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും ബുധനാഴ്ച പണിമുടക്കും. സമരം നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. വെളപ്പായിയിൽ വിഷപ്പുല്ല് കഴിച്ച് 4 പശുക്കൾ ചത്ത സംഭവം. പോസ്റ്റ്മോർട്ടത്തിൽ വിഷപ്പുല്ലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. തീറ്റപ്പുല്ലിൽ ജാഗ്രത പുലർത്തണമെന്ന് വെറ്ററിനറി ഡോക്ടർമാർ. മാടക്കത്തറ പാണ്ടിപ്പറമ്പ് കച്ചിത്തോടിലെ ഉപയോഗശൂന്യമായ ക്വാറിയിലെ മാലിന്യങ്ങൾക്ക് തീപിടിച്ചത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കി. കനത്ത പുകയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയത് 24 മണിക്കൂറിന് ശേഷം. ബംഗാളി എന്ന പേരിൽ സംസ്ഥാനത്തെത്തുന്ന ബംഗ്ലാദേശികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇവർ കഴിയുന്നത് ബംഗാളികൾ എന്ന വ്യാജരേഖയിൽ. വില്ലടത്ത് 3 കോടി രൂപ മുടക്കി 5 വർഷം മുൻപ് നിർമ്മിച്ച ആയുർവേദ ആശുപത്രി കെട്ടിടം നശിക്കുന്നു. ആശുപത്രി കെട്ടിടത്തിന് വൈദ്യുതി കണക്ഷൻ നൽകാതെ KSEB. കേരളോർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന യൂട്യൂബർ മണവാളൻ അറസ്റ്റിലായി. കേച്ചേരി സ്വദേശി മുഹമ്മദ് ഷഹീൻ ഷായാണ് അറസ്റ്റിലായത്. വിയൂർ ജയിലിൽ റീൽ ഷൂട്ട് നടത്തി മണവാളന്റെ സഹായി. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കാട്ടാനയെ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാക്കി. വെറ്ററിനറി ഡോക്ടർ ഡേവിസ് എബ്രഹാം ഉൾപ്പെട്ട സംഘമാണ് നിരീക്ഷണം നടത്തുന്നത്. വെറ്റിലപ്പാറയിൽ 14-ൽ കണ്ട കാട്ടാന നിലവിൽ ചാലക്കുടി പുഴ കടന്ന് 2ാം ബ്ലോക്കിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. തീറ്റയെടുക്കാനാകാതെ ആന അവശതയിലാണ്. അതേസമയം ആനയെ ചികിത്സിക്കുന്നതിനായി വനംവകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള 20-അംഗ സംഘവും കുങ്കിയാനകളും ബുധനാഴ്ച അതിരപ്പള്ളിയിലെത്തും. വിക്രം, സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളാണ് വയനാട്ടിൽ നിന്നും അതിരപ്പള്ളിയിൽ എത്തുക. പരിക്കേറ്റ ആനയെ മയക്കുവെടിവെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ പിടികൂടി ചികിത്സ നൽകാനാണ് തീരുമാനം. ആനയുടെ മസ്തകത്തിലെ മുറിവിൽ നിന്ന് പഴുപ്പ് ഒലിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും ബുധനാഴ്ച പണിമുടക്കും. സമരം നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ സംഘടനയായ സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ, CPI അനുകൂല സംഘടനയായ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുമാണ് ബുധനാഴ്ച സൂചനാ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ക്ഷാമബത്ത, ശമ്പള പരിഷ്കരണം, ലീവ് സറണ്ടർ, കുടിശ്ശിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ഡയസ് നോൺ പ്രഖ്യാപിച്ചതോടെ അടിയന്തര സാഹചര്യത്തിലൊഴികെ ബുധനാഴ്ച അവധി അനുവദിക്കില്ല. പണിമുടക്ക് ദിവസം അനുമതിയില്ലാതെ ഹാജരാകാത്ത താൽക്കാലിക ജീവനക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. ജോലിക്കെത്തുന്ന ജീവനക്കാർക്ക് പോലീസ് സംരക്ഷണം നൽകുമെന്നും ചീഫ് സെക്രട്ടറി ഉത്തരവിൽ വ്യക്തമാക്കി. വെളപ്പായിയിൽ വിഷപ്പുല്ല് കഴിച്ച് 4 പശുക്കൾ ചത്ത സംഭവത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. മഞ്ഞുകാലത്ത് പൂവുണ്ടാകുന്ന പുല്ല് കഴിച്ചാണ് പശുക്കൾ ചത്തത് എന്ന് പരിശോധനയിൽ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിൽ വിഷപ്പുല്ലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. വിഷപ്പുല്ലുകൾ പശുക്കൾ കഴിക്കാതിരിക്കാൻ ക്ഷീരകർഷകർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് വെറ്ററിനറി ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസമാണ് വെളപ്പായ ചൈന ബസാർ സ്വദേശി രവിയുടെ 4 പശുക്കൾ വിഷപ്പുല്ല് കഴിച്ച് ചത്തത്. മാടക്കത്തറ പാണ്ടിപ്പറമ്പ് കച്ചിത്തോട് ഉപയോഗശൂന്യമായ ക്വാറിയിലെ മാലിന്യങ്ങൾക്ക് തീപിടിച്ചത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കി. കനത്ത പുകയിൽ മൂടി പ്രദേശം. 5 വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയത് 24 മണിക്കൂറിന് ശേഷം. വർഷങ്ങളായി പ്രവർത്തിക്കാതെ കിടന്ന കച്ചിത്തോടിലെ സ്വകാര്യ വ്യക്തിയുടെ ക്വാറിയിൽ കൂട്ടിയിട്ട മാലിന്യങ്ങൾക്കാണ് തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ തീപിടിച്ചത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾക്ക് തീ പടർന്നതോടെ പ്രദേശമാകെ കനത്ത പുകയിൽ മൂടി. നാട്ടുകാർ വിവരം അറിയിച്ചതോടെ തൃശൂരിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ B വൈശാഖന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല. തുടർന്ന് പുതുക്കാട്, വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട എന്നിവിടെ നിന്നും കൂടുതൽ യൂണിറ്റുകളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ കത്തിയതിനാൽ തീയണച്ചാലും വീണ്ടും തീ ആളിപ്പടരുകയായിരുന്നു. കനത്ത പുക കൂടി ഉയർന്നതോടെ തീയണയ്ക്കൽ ദുഷ്കരമായി മാറി. 24 മണിക്കൂറിന് ശേഷം ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് മണ്ണിട്ട് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തൃശൂർ തഹസിൽദാർ ജയശ്രീയുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശമാകെ പുകയിൽ മൂടിയതോടെ സമീപത്തെ 5 വീട്ടുകാരെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥലം മാറ്റി. തീപിടുത്തം സംബന്ധിച്ച് കളക്ടർക്ക് ഉടൻ റിപ്പോർട്ട് കൈമാറുമെന്ന് തഹസിൽദാർ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ക്വാറിയിൽ മാലിന്യം നിക്ഷേപിച്ചതിന് കോറിയിടുമെന്നും പഞ്ചായത്ത് അധികൃതർ 5000 രൂപ പിഴ ഈടാക്കിയിരുന്നു.
ന്യൂസ് ഡെസ്ക് TCV. ബംഗാളി എന്ന പേരിൽ സംസ്ഥാനത്തെത്തുന്ന ബംഗ്ലാദേശികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇവർ വ്യാജരേഖകളിലാണ് ബംഗാളികൾ എന്ന പേരിൽ കഴിയുന്നത്. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച് പ്രതിയെ പിടികൂടിയപ്പോഴാണ് ഇയാൾ ബംഗ്ലാദേശ് പൗരനാണെന്ന് തിരിച്ചറിഞ്ഞത്. മുഹമ്മദ് ഷെരിഫുൽ ഇസ്ലാം ഷെഹസാദ് എന്ന ഇയാൾ വിജയ്ദാസ് എന്ന വ്യാജപേരിലാണ് കഴിഞ്ഞിരുന്നത്. വ്യാജരേഖകളുമായി എത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശ് സ്വദേശിനിയായ തസ്ലീമ ബീഗം എന്ന യുവതിയെ പോലീസ് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. തീവ്രവാദ സംഘടനാ ബന്ധമുള്ള മുഹമ്മദ് ഷാബ് ഷെയ്ഖ് എന്ന ബംഗ്ലാദേശ് പൗരനെ കാസർഗോഡ് നിന്നും അസം പോലീസ് പിടികൂടിയത് കഴിഞ്ഞ മാസമാണ്. കൊടും ക്രിമിനലായ ഇയാൾ 4 വർഷമായി കേരളത്തിലുണ്ടായിരുന്നു. പിടിയിലായവരുടെ കയ്യിൽ ആധാർ കാർഡും പാൻ കാർഡും ഉൾപ്പെടെയുള്ള രേഖകളും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം വ്യാജം. ഏതാനും മാസം മുമ്പ് ഒരു ബംഗ്ലാദേശ് പൗരൻ വ്യാജ പാസ്പോർട്ടുമായി നെടുമ്പാശ്ശേരി വിമാനം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കവേ പിടിയിലായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒട്ടേറെ വിവരങ്ങൾ വെളിപ്പെട്ടു. ബംഗ്ലാദേശിൽ നിന്ന് കൊൽക്കത്തയിലെത്തുകയും ഇവിടെ നിന്ന് വ്യാജരേഖകൾ സംഘടിപ്പിക്കുകയുമാണ് ഇവരുടെ രീതി. പിന്നീട് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടക്കും. ബംഗാളി എന്ന പേരിലായിരിക്കും ഇവിടെ കഴിയുക. ഇത്തരത്തിൽ നിരവധി ബംഗ്ലാദേശികൾ കേരളത്തിൽ കഴിയുന്നുണ്ടെന്നാണ് സമീപകാല സംഭവങ്ങൾ നൽകുന്ന സൂചന. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിശദമായ കണക്കെടുക്കുകയും ഇവരുടെ രേഖകൾ ആധികാരികമായി പരിശോധിക്കുകയും ചെയ്താൽ വ്യാജരേഖകളിൽ കഴിയുന്നവരെ പിടികൂടാനാകും. അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷയ്ക്ക് വരെ ഇക്കൂട്ടർ ഭീഷണിയായേക്കും. TCV, തൃശൂർ. അങ്കമാലിയിലും തൃപ്പൂണിത്തുറയിലും അനധികൃതമായി തങ്ങിയ 4 ബംഗ്ലാദേശികൾ പിടിയിൽ. തൃപ്പൂണിത്തുറ മാത്തൂരിൽ ഒരു വനിതയടക്കം 3 പേരും അങ്കമാലിയിൽ ഒരാളുമാണ് പിടിയിലായത്. എരൂരിൽ ഒരു വനിതയടക്കം 3 ബംഗ്ലാദേശികളെ തിങ്കളാഴ്ച രാത്രിയാണ് പോലീസ് പിടികൂടിയത്. അങ്കമാലിയിൽ അനധികൃതമായി തങ്ങിയ ബംഗ്ലാദേശ് ജസോർ സ്വദേശി ഹൊസൈൻ ബെലോർ ആണ് പിടിയിലായത്. വില്ലടം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടം തുറന്നു നൽകാത്തതിൽ വ്യാപക പ്രതിഷേധം. വൈദ്യുതി കണക്ഷൻ നൽകാത്തതാണ് ഉദ്ഘാടനം നടത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആശുപത്രി കെട്ടിടം തുറന്നു നൽകാത്തതിന് കാരണം. കിടത്തി ചികിത്സയ്ക്കടക്കം നിരവധി സൗകര്യങ്ങളുള്ള തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലാണ് കൂടുതൽ സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാതെ നശിക്കുന്നത്. നാട്ടുകാർ സത്രം എന്ന് വിളിക്കുന്ന ഈ ആശുപത്രിയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും വൈദ്യുതി കണക്ഷൻ നൽകാൻ KSEB തയ്യാറാകാത്തതാണ് ആശുപത്രിയുടെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ കാരണം. നിലവിലെ ലൈനിൽ നിന്ന് ഈ കെട്ടിടത്തിലേക്ക് ആവശ്യമായ വൈദ്യുതി നൽകാനുള്ള ശേഷി സമീപത്തെ ട്രാൻസ്ഫോമറിന് ഇല്ലാത്തതിനാൽ ആശുപത്രിക്ക് മാത്രമായി ട്രാൻസ്ഫോമർ സ്ഥാപിക്കേണ്ടതുണ്ടെന്നാണ് KSEBയുടെ വാദം. എന്നാൽ അവർ അതിന് തയ്യാറായിട്ടുമില്ല. 3 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 5 വർഷമായി. നിലവിലെ ആശുപത്രിക്ക് പിറകിൽ 2 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന പുതിയ കെട്ടിടത്തിൽ 50ഓളം പേരെ കിടത്തി ചികിത്സിക്കാനും ഇതിനു പുറമെ ഉഴിച്ചിലിനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ആർക്കും പ്രയോജനമില്ലാതെ പോവുകയാണ്. നിലവിൽ ആശുപത്രിയിൽ ആവശ്യത്തിന് സേവന സന്നദ്ധരായ ജീവനക്കാരുണ്ടെങ്കിലും KSEBയുടെ നിലപാടാണ് ഇതിനെല്ലാം തടസ്സമായി മാറുന്നത്. പൊടിയും കാടും പിടിച്ച് നശിക്കുന്ന കെട്ടിടം എത്രയും പെട്ടെന്ന് പൊതുജനത്തിന് പ്രയോജനപ്രദമായ വിധത്തിൽ തുറന്നു നൽകാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV, തൃശൂർ. കേരളോർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന യൂട്യൂബർ മണവാളൻ എന്ന കേച്ചേരി സ്വദേശി മുഹമ്മദ് ഷഹീൻ ഷായെ ഷാഡോ പോലീസും വെസ്റ്റ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. മണവാളൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയായ മുഹമ്മദ് ഷഹീൻ ഷായ്ക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലായിരുന്നു ലുക്കൌട്ട് നോട്ടീസ്. കഴിഞ്ഞ ഏപ്രിൽ 19-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കേരളോർമ്മ കോളേജ് റോഡിൽ വെച്ച് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന 2 കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ മുഹമ്മദ് ഷഹീൻ ഷാ ശ്രമിച്ചുവെന്നാണ് കേസ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മണവാളനെ കുടകിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ മുഹമ്മദ് ഷഹീൻ ഷായെ റിമാൻഡ് ചെയ്തു. അതേസമയം യൂട്യൂബർ മണവാളനെ റിമാൻഡ് ചെയ്ത് വിയൂർ ജയിലിലെത്തിച്ചപ്പോൾ റീൽ ഷൂട്ട് നടത്തി. മണവാളിന്റെ സഹായിയാണ് വിയൂർ ജയിൽ കവാടത്തിൽ റീൽ ഷൂട്ട് നടത്തിയത്. പോലീസ് വിലക്കിയെങ്കിലും റീൽ എടുക്കുന്നത് ഇയാൾ തുടരുകയായിരുന്നു.
കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് 10 കോടിയുടെ സ്വത്തുക്കളും 50 ലക്ഷം രൂപയും കൂടി ED കണ്ടുകെട്ടി. അനധികൃതമായി വായ്പ ലഭിച്ചവരുടെ സ്വത്തുക്കളാണ് ED കണ്ടുകെട്ടിയത്. ED കൊച്ചി യൂണിറ്റിന്റേതാണ് നടപടി. ഇതുവരെ 128 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായി അന്വേഷണ സംഘം അറിയിച്ചു. കരുവന്നൂർ ബാങ്കിന്റെ അധികാര പരിധിക്ക് പുറത്ത് നിരവധി പേർക്ക് വായ്പ അനുവദിച്ചിരുന്നു. ഇതിൽ പലതും വായ്പയേക്കാൾ മൂല്യം കുറഞ്ഞ സ്വത്തുക്കളാണ് ഈടായി കാണിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ED കടന്നത്. കൊച്ചി വാട്ടർ മെട്രോ കൊടുങ്ങല്ലൂരിലേക്ക് നീട്ടാൻ ആലോചന. വരാപ്പുഴ ടെർമിനലിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കാനാണ് ധാരണ. ഇതോടൊപ്പം ആലപ്പുഴയിലെ മുഹമ്മയിലേക്കും സർവീസ് ആരംഭിച്ചേക്കും. സമീപമുള്ള പ്രധാന പ്രദേശങ്ങളിലേക്ക് വാട്ടർ മെട്രോ ശൃംഖല വ്യാപിപ്പിക്കുന്നതിനുള്ള പഠനങ്ങളിലാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. സാധ്യതാ പഠനത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വാട്ടർ മെട്രോ വ്യാപിപ്പിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാണ് KMRL തീരുമാനിച്ചിട്ടുള്ളത്. വാട്ടർ മെട്രോയുടെ ആഗമനം കൊടുങ്ങല്ലൂരിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് പിൻബലമേകുമെന്ന് ഉറപ്പാണ്. കൊടുങ്ങല്ലൂര് ഈ വാട്ടർ മെട്രോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ കൊടുങ്ങല്ലൂരുണ്ട്. അതിനുള്ള ജെട്ടികളും ആഴമുള്ള കായലുകളും ഒക്കെ ഉണ്ട്. ഇവിടേക്ക് വാട്ടർ മെട്രോ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ഒപ്പീനിയനിൽ കൊടുങ്ങല്ലൂരിൻ്റെ ഒരു മുഖച്ഛായ തന്നെ ഒരു മാറ്റുന്ന ഒരു വികസന പ്രവർത്തനമായിരിക്കുള്ളൂ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കൊടുങ്ങല്ലൂർ അവസാനിപ്പിക്കുകയല്ല വേണ്ടത് ഈ വാട്ടർ മെട്രോ. അത് നമുക്ക് വടക്കോട്ട് സർവീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹം. പെരിയാറിന്റെ കൈവഴിയായ കാഞ്ഞിരപ്പുഴ അറബിക്കടലിൽ ചേരുന്ന അഴീക്കോട് അഴിമുഖവും വടക്കൻ ജില്ലകളിലേക്ക് സുഗമമായ ജലപാതയൊരുക്കുന്ന കനോലി കനാലും കൊടുങ്ങല്ലൂരിന്റെ ജലയാത്രാ മാർഗങ്ങളാണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന തുറമുഖമായിരുന്ന മുസിരിസിന്റെ ചരിത്രമുള്ള കൊടുങ്ങല്ലൂർ ജലഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ്. മുൻകാലങ്ങളിൽ കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്തു നിന്നും എറണാകുളത്തേക്ക് ബോട്ടുകൾ സർവീസ് നടത്തിയിരുന്നു. എറണാകുളം മാർക്കറ്റിൽ നിന്നും ചരക്കുമായി കെട്ടുവള്ളങ്ങളും കൊടുങ്ങല്ലൂരിലേക്ക് എത്തിയിരുന്നു. TCV കൊടുങ്ങല്ലൂർ. 15 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ മധ്യവയസ്കനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേ കോട്ടോൽ സ്വദേശി കൃഷ്ണനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 18-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നുവെന്നാണ് കേസ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂരിൽ ഉത്സവ കച്ചവടക്കാരനെ കബളിപ്പിച്ച് കള്ളനോട്ട് കൊടുക്കുന്നതിനിടെ എറണാകുളം സ്വദേശി പോലീസിന്റെ പിടിയിലായി. തിരുത്തിപ്പുറം ചിറയത്ത് വീട്ടിൽ ആൽഫ്രഡിനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായി വടക്കേനടയിൽ കച്ചവടം നടത്തുന്ന തേനി സ്വദേശി വിഘ്നേഷിനെ കബളിപ്പിച്ച് 500 രൂപയുടെ കള്ളനോട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. ആൽഫ്രഡിന്റെ ബാഗിൽ നിന്നും 9 500 രൂപയുടെ കള്ളനോട്ടുകളും വീട്ടിൽ നിന്ന് കള്ളനോട്ട് നിർമ്മിക്കാൻ ഉപയോഗിച്ച പ്രിന്റർ, പേപ്പറുകൾ തുടങ്ങിയവയും കണ്ടെടുത്തു. സബ് ഇൻസ്പെക്ടർ സാലിം, ഗ്രേഡ് SI രാജേഷ് കുമാർ, പോലീസ് ഉദ്യോഗസ്ഥരായ അബീഷ് എബ്രഹാം, സജിത്ത് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കുണ്ടന്നൂരിൽ ബൈക്കിലെത്തിയ സംഘം വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു. കുണ്ടന്നൂർ സ്വദേശി അനിതയുടെ 3.5 പവന്റെ സ്വർണ്ണമാലയാണ് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ 2 പേർ കവർന്നത്. എരിഞ്ഞിക്കൽ റോഡിലൂടെ നടന്നു പോകുന്നതിനിടെയാണ് അനിതയുടെ മാല പൊട്ടിച്ചത്. വടക്കഞ്ചേരി പോലീസ് കേസെടുത്തു. അപ്പം ഞങ്ങൾ ഈ സൈഡിൽ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഒരാൾ ഞങ്ങൾ എതിരെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വർത്താനം പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ ഒരു ബൈക്ക് ഇങ്ങനെ സൈഡും വഴി വന്നിട്ടുണ്ടാകത്തിൽ ഒരാളുണ്ടായിരുന്നു. ഞങ്ങളൊരു അലക്സിന്റെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് വരുന്ന ആളായിരിക്കും നടന്നു. അപ്പൊ സൈഡും വഴി ഇങ്ങനെ വന്നിരുന്ന ആള് ഇങ്ങനെ മാല ഇങ്ങനെ പൊട്ടിച്ചു. അടുത്ത ബൈക്കൊക്കെ കയറി ഇങ്ങനെ പോകുവാൻ പിന്നാലെ ഞങ്ങൾക്ക് ഉടനെ ഞങ്ങളുടെ കൈയും കാലും ഒക്കെ വിറയ്ക്കുകയും കൂടെ ആയിരുന്നു. ഒന്നും പറ്റുന്നില്ല. സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ട് ഒറ്റപ്പെടലുകൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ സ്നേഹവും കരുണയുമുള്ള മനസ്സ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നതാണ് പ്രധാനമെന്ന് കേരള ഹൈക്കോടതി മുൻ ജഡ്ജി B. കെമാൽ പാഷ അഭിപ്രായപ്പെട്ടു. പാവറട്ടി സാന്ത്വന സ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് സംഗമവും അവാർഡ് ദാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരസ്പരം സംവദിക്കുന്നതിന് മടിക്കുന്ന സമൂഹമായി നാം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും കെമാൽ പാഷ കൂട്ടിച്ചേർത്തു. സാന്ത്വന സ്പർശം പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് NP അബൂബക്കർ പാലിയേറ്റീവ് സംഗമത്തിൽ അധ്യക്ഷനായിരുന്നു. ജില്ലയിലെ പാലിയേറ്റീവ് രംഗത്തെ മികച്ച സേവനത്തിന് പുതുക്കാട് ഹോം ഫോർ ഹോപ്പിലെ ഡോക്ടർ ജെറി ജോസഫ്, തൃത്തല്ലൂർ സ്നേഹസ്പർശത്തിലെ നഴ്സ് അജി ഷെർലി, കാരുണ്യ അന്തിക്കാടിലെ വോളണ്ടിയർ മുരുകൻ അന്തിക്കാട് എന്നിവർക്ക് പുരസ്കാരം നൽകി. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ലിയോ, MK സബീബ്,
EK ജോണി എന്നിവർ സംസാരിച്ചു. കേരള കലാമണ്ഡലത്തിന് മുന്നിൽ സമരത്തിന്റെ കേളികൊട്ട്. കലാമണ്ഡലത്തിൽ നിന്നും വിരമിച്ച അധ്യാപകരാണ് ശമ്പള കുടിശ്ശിക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി സമരത്തിന്റെ കേളികൊട്ട് നടത്തിയത്. UGC അംഗീകരിച്ച 6ാം ശമ്പള പരിഷ്കരണ നിയമത്തിൽ ഉൾപ്പെട്ട റിട്ടയേർഡ് അധ്യാപകരാണ് ശമ്പള കുടിശ്ശിക നൽകിയില്ലെന്ന ആരോപണം ഉന്നയിച്ച് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6ാം ശമ്പള പരിഷ്കരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ 2007 ജൂൺ മുതലുള്ള ശമ്പള കുടിശ്ശികയും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിച്ചില്ല എന്ന് വിരമിച്ച അധ്യാപകർ പറയുന്നു. UGC 7ാം ശമ്പള പരിഷ്കരണം അനുവദിച്ച് ഉത്തരവായപ്പോൾ മറ്റ് പല യൂണിവേഴ്സിറ്റികളിലും ശമ്പള കുടിശ്ശിക തീർത്തു നൽകിയിരുന്നു. എന്നാൽ കലാമണ്ഡലത്തിൽ ഇത് സംബന്ധിച്ച് യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ഇതേ തുടർന്നാണ് കലാമണ്ഡലത്തിലെ റിട്ടയേർഡ് അധ്യാപകർ സമരപ്രഖ്യാപനം നടത്തിയത്. ഫെബ്രുവരി 24-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരമാണ് അധ്യാപകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായാണ് കലാമണ്ഡലത്തിന് മുൻപിൽ സമരത്തിന്റെ കേളികൊട്ട് നടന്നത്. കലാമണ്ഡലം OK അംബിക അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം M ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം K കറുപ്പുസ്വാമി, കലാമണ്ഡലം K കുട്ടിനാരായണൻ എന്നിവർ ചേർന്ന് കേളികൊട്ടോടുകൂടി ഉദ്ഘാടനം നിർവഹിച്ചു. കലാമണ്ഡലം S ഗോപകുമാർ, കോങ്ങാട് മധുസൂദനൻ, കലാമണ്ഡലം PV ഈശ്വരനുണ്ണി ഉൾപ്പെടെയുള്ളവർ സമരത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, ചെറുതുരുത്തി. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. ബുധനാഴ്ച നടത്തുന്ന പണിമുടക്കിന് മുന്നോടിയായിട്ടാണ് പന്തംകൊളുത്തി പ്രകടനം നടത്തിയത്. തൃശൂർ താലൂക്ക് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജില്ലാ കൺവീനർ VV ഹാപ്പി ഉദ്ഘാടനം ചെയ്തു. സമരസമിതി നേതാക്കളായ VJ മെർലി, ഡോക്ടർ വിവേക്, ഡോക്ടർ പ്രിയ, AU വൈശാഖൻ, അപ്സര മാധവ്, TG വിജിമോൾ, PN നീത തുടങ്ങിയവർ നേതൃത്വം നൽകി. ആന എഴുന്നള്ളിപ്പിന് ആനകളും ജനങ്ങളും തമ്മിലുള്ള അകലം ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിക്ക് നിർണ്ണയിക്കാമെന്ന് സംസ്ഥാന വനം വകുപ്പ് ഹൈക്കോടതിയിൽ നിലപാടെടുത്തതിനെ സ്വാഗതം ചെയ്ത് പൂരപ്രേമി സംഘം. ആന എഴുന്നള്ളിപ്പിന്റെ ഭാഗമായി ആനകളും ജനങ്ങളും തമ്മിലുള്ള ദൂരം, എഴുന്നള്ളിപ്പ് നടക്കുന്ന സ്ഥലത്തിന്റെ സ്വഭാവവും പ്രത്യേകതകളും കണക്കിലെടുത്ത് ജില്ലാതല സമിതിക്ക് നിർണ്ണയിക്കാം എന്നായിരുന്നു കേരള വനം വകുപ്പ് ഹൈക്കോടതിയിൽ നിലപാടെടുത്തത്. കേരളത്തിലെ ഉത്സവങ്ങളുടെ ഭാഗമായ ആഘോഷങ്ങളും ആചാരങ്ങളും നിലനിർത്തുന്നതിന് ഉതകുന്ന ഈ തീരുമാനം കൈക്കൊണ്ട വനം വകുപ്പിന്റെയും വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെയും നിലപാടിനെ പൂരപ്രേമി സംഘം പ്രസ്താവനയിലൂടെ സ്വാഗതം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്ര നടയിലെ മഞ്ജുളാൽ തറയുടെ നവീകരണം ആരംഭിച്ചു. നവീകരണത്തിനായി മഞ്ജുളാൽ തറ പൂർണ്ണമായും പൊളിച്ചുമാറ്റി. മഞ്ജുളാൽ വീഴാതിരിക്കാൻ പ്രത്യേകം ക്രമീകരണങ്ങൾ ഒരുക്കിയതിനു ശേഷമാണ് തറ പൊളിച്ചുമാറ്റിയത്. വെങ്കലത്തിൽ തീർത്ത ഗരുഡ പ്രതിമ സ്ഥാപിക്കാനുള്ള തറ പണിതതിനു ശേഷം പ്രത്യേകം തയ്യാറാക്കിയ കരിങ്കൽ പാളി കൊണ്ട് ആലിന് തറകെട്ടും. ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ച് സുരക്ഷാ വേലി കെട്ടിമറച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പറവൂർ സ്വദേശി വേണു കുന്നപ്പള്ളിയുടെ വക വഴിപാടായി 1 കോടി രൂപയാണ് മഞ്ജുളാൽ നവീകരണത്തിനും വെങ്കല ഗരുഡ പ്രതിമ നിർമ്മാണത്തിനും വേണ്ടി ചെലവിടുന്നത്. വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ പ്രതിയെ ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. അബുദാബിയിൽ ഷിപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ കൈക്കലാക്കിയ കേസിൽ കല്ലൂർ സ്വദേശി ബാബുവിനെയാണ് ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷ്, ഇൻസ്പെക്ടർ അനീഷ് കരീം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. 2022 നവംബർ മുതൽ 2023 ജനുവരി വരെ 6 ലക്ഷം രൂപ ഇയാൾ പരാതിക്കാരനിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട സ്വദേശി അതുൽ കൃഷ്ണയ്ക്കും സഹോദരി ഭർത്താവിനുമാണ് ഇയാൾ ഷിപ്പിൽ ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയത്. പുതുക്കാട് ചെങ്ങാലൂരിൽ നിന്നാണ് ബാബുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. SI CM ക്ലീറ്റസ്, പ്രൊബേഷൻ SI CP ജിജേഷ്, സീനിയർ CPOമാരായ ES ജീവൻ, M ഷംനാദ്, CPOമാരായ KS ഉമേഷ്, MM ബാബു, MM ഷാബു എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. 10 വർഷത്തിലധികമായി യമനിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഇരിഞ്ഞാലക്കുട എടക്കുളം സ്വദേശിക്ക് നാട്ടിലെത്താൻ വഴിയൊരുങ്ങുന്നു. പൂമംഗലം കുണ്ടൂർ വീട്ടിൽ ദിനേഷാണ് 10 വർഷത്തിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്നത്. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ജീവിതം കരയ്ക്കടുപ്പിക്കാൻ രണ്ടാമത്തെ കുട്ടിക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഭാര്യ അനിതയെയും കുടുംബത്തെയും വിട്ട് 2014-ൽ ദിനേശ് യമനിലേക്ക് പോയത്. പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേശിന്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു. തിരികെ പോരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകൾക്ക് നടുവിലായി പിന്നീടുള്ള ജീവിതം. നാട്ടിലെ വീട് കടക്കെണിയിൽ പെടുകയും ചെയ്തു.
ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും നിരവധി പേരെ കാണുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടയിലാണ് വിഷയം എടക്കുളം സ്വദേശിയും പൊതുപ്രവർത്തകനും കൂടിയായ വിപിൻ പാറമേക്കാട്ടിലിന് മുന്നിൽ ഉണ്ണി പൂമംഗലം മുഖേന എത്തുന്നത്. ഇന്ത്യൻ എംബസിയുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും വിപിൻ നടത്തിയ ഇടപെടലുകൾക്കൊപ്പം വലിയ തുക വിടുതൽ പ്രവർത്തനങ്ങൾക്കായി യമനിലേക്ക് അയച്ചു നൽകി. ഇതിനൊപ്പം തന്നെ കോട്ടയം സ്വദേശി ഷിജു ജോസഫ്, സാമുവേൽ ജെറോം എന്നിവരുടെയും ഇടപെടൽ മുഖാന്തരം ദിനേശിന് തിരികെ നാട്ടിലെത്താനുള്ള വഴിയൊരുങ്ങി. എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ ദിനേശ് നാട്ടിൽ തിരികെ എത്തുമെന്നാണ് പ്രതീക്ഷ. അച്ഛനെ കണ്ട് ഓർമ്മയില്ലാത്ത 10 വയസ്സുകാരൻ സായികൃഷ്ണയും 12 വയസ്സുകാരി കൃഷ്ണവേണിയും കാത്തിരിക്കുകയാണ് തങ്ങളുടെ അച്ഛനെ ഒരു നോക്ക് കാണാൻ. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂരിൽ താലപ്പൊലി ആഘോഷം കാണാനെത്തിയ യുവാവിനെ ആക്രമിച്ച കേസിൽ 5 BJP പ്രവർത്തകർ അറസ്റ്റിൽ. ശ്രീനാരായണപുരം ആല സ്വദേശികളായ ചാണാശ്ശേരി മണിലാൽ, എടച്ചാലിൽ കൃഷ്ണചന്ദ്രൻ, ചൂരപ്പെട്ടി രാഹുൽ, എടവിലങ്ങ് ചാണാശ്ശേരി മിഷാൽ, കോതപറമ്പ് തളിയാശ്ശേരി കാർത്തിക് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. BJP പ്രവർത്തകനായിരുന്ന തണ്ടാംകുളം കരിനാട്ട് അമലിനെയാണ് സംഘം മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത്. തലയ്ക്കും ദേഹത്തും പരിക്കേറ്റ യുവാവ് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മതിലകം പൊക്ലായിയിൽ മദ്യം വാങ്ങാൻ വന്നയാളെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ 2 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി പുതിയ വീട്ടിൽ ഷാനവാസ്, വഴിയമ്പലം സ്വദേശി കുളങ്ങര വീട്ടിൽ മിൻഷാദ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. വഞ്ചിപ്പുര സ്വദേശിയായ കണ്ണൻ എന്നയാളെയാണ് ഇവർ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. റിപ്പബ്ലിക് ദിനത്തിൽ തേക്കിൻകാട് മൈതാനിയിൽ നടത്തുന്ന പരേഡിന് മുന്നോടിയായുള്ള പരിശീലന പരേഡ് തേക്കിൻകാട് മൈതാനിയിൽ നടന്നു. പോലീസ് ഉൾപ്പെടെ വിവിധ സേനാ വിഭാഗങ്ങളും NCC, സ്കൗട്ട്സ് തുടങ്ങിയവയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പരേഡ് പരിശീലനത്തിൽ അണിനിരന്നു. ഗുരുവായൂരിൽ കാനകൾക്ക് മുകളിൽ നഗരസഭ സ്ഥാപിച്ച ഇരുമ്പ് ഗ്രില്ലുകൾ വ്യാപകമായി മോഷണം പോയി. പടിഞ്ഞാറെ നടയിൽ ITI കമ്പിപ്പാലം റോഡിലെ കാനകൾക്ക് മുകളിൽ സ്ഥാപിച്ച 17 ഗ്രില്ലുകളാണ് മോഷണം പോയത്. 2 അടി മുതൽ 4 അടി വരെ വലിപ്പമുള്ള ഗ്രില്ലുകളാണ് ഇത്. 20 കിലോഗ്രാം മുതൽ 40 കിലോ വരെ തൂക്കം വരുന്നവയാണിവ. റോഡിൽ കെട്ടിനിൽക്കുന്ന വെള്ളം കാനയിലേക്ക് ഊർന്നു പോകാൻ വേണ്ടി സ്ഥാപിച്ചവയാണിത്. കഴിഞ്ഞ ദിവസം ഗ്രില്ല് മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച നാടോടി സംഘത്തെ നാട്ടുകാർ പിടികൂടിയിരുന്നു. അശാസ്ത്രീയമായ രീതിയിൽ സ്ഥാപിച്ചതിനാലാണ് ഗ്രില്ലുകൾ മോഷണം പോകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഗ്രില്ലുകൾ ഇളക്കിക്കൊണ്ടുപോയതിനെ തുടർന്നുണ്ടായ വിടവിൽ വാഹനങ്ങൾ വീണ് അപകടം സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ്. തിരുവല്ലുവാമലയിൽ നിന്നും കൂടുതൽ ദീർഘദൂര ബസ് സർവീസുകൾ KSRTC ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. നിയമസഭയിൽ UR പ്രദീപ് MLAയുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. തിരുവല്ലുവാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെത്തുന്ന വിദ്യാർത്ഥികൾക്കും ദീർഘദൂര യാത്രയ്ക്ക് KSRTC ബസ്സുകളുടെ കുറവ് മൂലം യാത്രാ ദുരിതം നേരിടുന്നതായി MLA ചൂണ്ടിക്കാട്ടി. തിരുവല്ലുവാമല ക്ഷേത്രം ബസ് സ്റ്റാൻഡ് പ്രയോജനപ്പെടുത്തി KSRTCയുടെ സ്റ്റേ സെന്റർ തുടങ്ങി കൂടുതൽ സർവീസുകൾ ആരംഭിക്കണമെന്ന് MLA സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. തിരുവല്ലുവാമല ക്ഷേത്രത്തിലേക്ക് നേരിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഗുരുവായൂർ, പാലക്കാട്, മണ്ണാർക്കാട്, വടക്കാഞ്ചേരി എന്നീ ഡിപ്പോകളിൽ നിന്നും തിരുവല്ലുവാമല വഴി ധാരാളം KSRTC ബസ്സുകൾ പോകുന്നുണ്ട്. അതിലുപരിയായി ഈ മേഖല മുഴുവൻ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു കൂടുതലുള്ള സ്ഥലമാണ്. ദിവസമായിട്ട് മത്സരിച്ച് നഷ്ടം ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പം KSRTC ഉള്ളത്. എങ്കിലും ബഹുമാനപ്പെട്ട അംഗം ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ അദ്ദേഹം ഈ ബസ് അതുപോലെ ബസ് ജീവനക്കാർ ഇപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സ്റ്റേ സർവീസുകൾ, ഡ്രൈവർ, കണ്ടക്ടർ എന്നിവർക്ക് കിടക്കാനുള്ള കട്ടിൽ, മെത്ത, ഫാനുള്ള മുറി, ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം KSRTC സ്റ്റേ ബസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് KSRTCക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ 11 ബസ്സുകളാണ് രാത്രിയിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ആശ്രമം ഒരുക്കി തന്നിരിക്കുന്നത്. അതുപോലെ പല സ്ഥലങ്ങളിലും ചർച്ചുകളിലും ഒക്കെ ഇതുപോലുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. ഇവിടെയും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് അത്തരം ഒരു സൗകര്യം ഒരുക്കി തരാൻ MLA മുൻകൈ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം ബസ്സുകളെ പറ്റി ആലോചിക്കാവുന്നതാണ്. അതുകൂടാതെ പോലീസിന് നേരെ കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിൽ കാപ്പ പ്രതിയടക്കം 3 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു.
വടക്കേക്കാട് കല്ലൂർ കണ്ടംപുള്ളി അക്ഷയ്, ഒരുമനയൂർ ഒറ്റത്തങ്ങ് കോറോട്ട് നിതുൽ, വടക്കേക്കാട് കല്ലൂർ പ്രദീപ് എന്നിവരെയാണ് ഗുരുവായൂർ SI അനുരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 3 പേരും ബൈക്കിൽ അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തുന്നത് കണ്ട പോലീസുകാരൻ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയത്. തുടർന്ന് വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അഞ്ഞൂർ നമ്പീശൻപടിയിൽ നിന്നാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പിടികൂടാൻ എത്തിയ പോലീസുകാർക്ക് നേരെയും ഇവർ കത്തികാട്ടി ഏറെ നേരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പോലീസ് സാഹസികമായാണ് ഇവരെ കീഴടക്കിയത്. ജില്ലയിൽ പ്രവേശന വിലക്കുള്ള കാപ്പ കേസിലെ പ്രതിയാണ് അക്ഷയ്. കോടതിയിൽ ഹാജരാക്കിയ 3 പേരെയും റിമാൻഡ് ചെയ്തു. മതിലകം ഓണച്ചമ്മാവിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിനിടെ നിലത്ത് വീണ വീട്ടമ്മയുടെ കൈയൊടിഞ്ഞു. ഓണച്ചമ്മാവ് കുറുപ്പത്ത് ഓമനയെയാണ് തെരുവു നായ്ക്കൾ ആക്രമിച്ചത്. പരിക്കേറ്റ ഓമന കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. നിർധന കുടുംബാംഗമായ വീട്ടമ്മ മകനോടൊപ്പം പണിസ്ഥലത്തേക്ക് സൈക്കിളിൽ പോകുന്നതിനിടെ ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. പട്ടികൾ കൂട്ടത്തോടെ പിന്തുടരുന്നതിനിടയിൽ മകൻ സൈക്കിൾ വേഗത്തിൽ ചവിട്ടിയെങ്കിലും കുരച്ചു ചാടിയ നായ്ക്കൾ വീട്ടമ്മയുടെ വസ്ത്രത്തിൽ പിടികൂടിയതോടെ സൈക്കിളിൽ നിന്ന് താഴെ വീഴുകയായിരുന്നു. ഇതിനിടെ സൈക്കിൾ എടുത്തു വീശി മകൻ നായ്ക്കളെ ഓടിച്ചതിനാൽ ഇരുവർക്കും നായ്ക്കൂട്ടത്തിന്റെ കടിയേറ്റില്ല. വീഴ്ചയിലാണ് ഓമനയുടെ കൈക്ക് പരിക്കേറ്റത്. മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ തൃശൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ NGO യൂണിയൻ ഹാളിൽ ജനകീയ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ തൃശൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ആൻസൺ C ജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ശിശുക്ഷേമ സമിതി ഭരണസമിതി അംഗം ഡോക്ടർ KG വിശ്വനാഥൻ, മാധ്യമപ്രവർത്തകൻ N രാജൻ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി P വരദൻ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി രാഹുൽ നാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി പരിയാരത്ത് വീടിനോട് ചേർന്ന ഷെഡിൽ അഗ്നിബാധ, ആളപായമില്ല. എടത്തലപ്പറമ്പൻ ഗിനീഷിന്റെ വീടിനോട് അനുബന്ധിച്ച് കല്യാണ ഡെക്കറേഷൻ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡിനാണ് തീപിടിച്ചത്. ഷെഡ് പൂർണ്ണമായും കത്തിനശിച്ചു. അയൽവാസികളാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. തുടർന്ന് ചാലക്കുടി അഗ്നിശമന സേനാ സംഘമെത്തി തീ പൂർണ്ണമായും അണച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി അഗസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനാംഗങ്ങളാണ് തീയണച്ചത്. ചളിങ്ങാട് പള്ളിനടയിൽ അമ്പത്തിരുന്നാളിനിടെ യുവാക്കളെ മർദ്ദിച്ച 4 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം സ്വദേശികളായ അർജുൻ, സൗരവ്, ചന്ദ്രാപിന്നി സ്വദേശികളായ ആദിത് കൃഷ്ണ, വിഷ്ണു എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘവും കയ്പമംഗലം പോലീസും ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാത്രിയിലാണ് ചടിങ്ങാട് സ്വദേശികളായ സമർ, ഫൈസൽ എന്നിവരെ പ്രതികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7410 രൂപ, പവന് 59,280 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3285 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തിയ സംഭവം. വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആനയെ നിരീക്ഷിച്ചു വരുന്നതായി വനപാലകർ. ആനയെ പരിചരിക്കാൻ ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തും. ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും ബുധനാഴ്ച പണിമുടക്കും. സമരം നേരിടാൻ സർക്കാർ ഡയസനോൺ പ്രഖ്യാപിച്ചു. വെളപ്പായിയിൽ വിഷപ്പുല്ല് കഴിച്ച് 4 പശുക്കൾ ചത്ത സംഭവം. പോസ്റ്റ്മോർട്ടത്തിൽ വിഷപ്പുല്ലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. തീറ്റപ്പുല്ലിൽ ജാഗ്രത പുലർത്തണമെന്ന് വെറ്ററിനറി ഡോക്ടർമാർ. മാടക്കത്തറ പാണ്ടിപ്പറമ്പ് കച്ചിത്തോടിലെ ഉപയോഗശൂന്യമായ ക്വാറിയിൽ മാലിന്യങ്ങൾക്ക് തീപിടിച്ചത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കി. കനത്ത പുകയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയത് 24 മണിക്കൂറിന് ശേഷം. ബംഗാളി എന്ന പേരിൽ സംസ്ഥാനത്തെത്തുന്ന ബംഗ്ലാദേശികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇവർ കഴിയുന്നത് ബംഗാളികൾ എന്ന വ്യാജരേഖയിൽ. ബില്ലെടുത്ത 3 കോടി രൂപ മുടക്കി 5 വർഷം മുൻപ് നിർമ്മിച്ച ആയുർവേദ ആശുപത്രി കെട്ടിടം നശിക്കുന്നു. ആശുപത്രി കെട്ടിടത്തിന് വൈദ്യുതി കണക്ഷൻ നൽകാതെ KSEB.
കേരളോർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന യൂട്യൂബർ മണവാളൻ അറസ്റ്റിലായി. കേച്ചേരി സ്വദേശി മുഹമ്മദ് ഷഹീൻ ഷായാണ് അറസ്റ്റിലായത്. വിയൂർ ജയിലിൽ റീൽ ഷൂട്ട് നടത്തി മണവാളന്റെ സഹായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.